നമ്മുടെ ഈ ക്ലാസ് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ നിലക്കുള്ള തജ്വീദ് ക്ലാസ് ആണ്. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. നമ്മുടെ 44-ാമത്തെ ക്ലാസ്സാണ്. ഖത്മുൽ ഖുർആനാണ്. ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഓതിത്തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. കൂടെ ഓതുകയും ആവർത്തിച്ച് എത്ര പ്രാവശ്യമാണ് നമുക്കാവുന്നത് അത്രയും പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാരായണം വളരെ സിമ്പിളായിട്ട് ഓതാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൻ നിസാഇന്റെ 20 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത്. അതിന്റെ ബാക്കി 21-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكيف تأخذونه وقد أفضى بعضكم إلى بعض. تأخذونه അവിടെ ഹൂ എന്നുള്ള ചെറിയ നിലക്ക് നീട്ടണം. ചെറിയ ചിഹ്നമുണ്ടല്ലേ. وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. മിൻകും ഓതുമ്പൊക്കെ ഇത് സുക്കൂനുള്ള നൂന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ആവർത്തിച്ച് അത് നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രയാസമില്ലാത്ത രൂപത്തിലേക്ക് അത് നമുക്ക് മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അത് നമുക്ക് മനഃപ്പാടമാകും. ഇവിടെ വഅഖദിന മിൻകും അവിടെ നൂന് വന്നു. സുക്കൂനുള്ള നൂനാണ്, ഒന്നുമില്ലാത്ത നൂന് അഥവാ സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനും മീമും തൻവീനും. സുക്കൂനുള്ള നൂനും തൻവീനും ഒരു നിയമമാണ്, മീമിന്റെ നിയമങ്ങൾ മറ്റൊരു നിയമമാണ്. അപ്പൊ അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക. ഇവിടെ കണ്ടില്ലേ, മിൻകും മീസാഖൻ ഗലീളാ. ഇവിടെ സുക്കൂനുള്ള മീമ് വന്നു. മിൻകും ഒന്നുമില്ലാത്ത മീമാണ്, ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. അപ്പൊ സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നു അല്ലേ. മീസാഖ എന്നുള്ള കെസിറാക്കപ്പെട്ട കെസിറുള്ള മീമ് വന്നു. അപ്പൊ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കണം. മീമിന്റെ നിയമങ്ങൾ: സുക്കൂനുള്ള മീമിന്റെ ശേഷം അടുത്ത അക്ഷരം മീമ് തന്നെ വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും. മിൻകും മീസാഖാ ഒറ്റ മീമായിട്ട് ഉച്ചരിച്ചുള്ളൂ. അപ്പൊ ആദ്യത്തെ മീമ് പറഞ്ഞില്ല, രണ്ടാമത്തെ മീമ് പറഞ്ഞു. ഇനി ഈ മീമിന്റെ രണ്ടാമത്തെ മീമിന്റെ സ്ഥാനത്ത് ബ ആണ് വന്നതെങ്കിൽ മറച്ച് മണിക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ ആണെങ്കിൽ എന്നറിയണം. അം എന്നാണ്. അതിന് ശേഷം ബ എന്നാണെങ്കിൽ അംബ. ബ എന്നല്ല, ബ എന്നല്ല, അംബ. ആ രൂപത്തിലാണ് ഓതേണ്ടത്. മീമിന്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും, മീമും ബഅുമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമ് വ്യക്തമായിട്ട് പറയണം. അതാണ് നിയമം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. وأخذن منكم ميثاقا غليظا.
മേലെ ഭാഗത്ത് നിന്ന്, കഴുത്തിന്റെ തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്ന് അതിനെ 3 ഭാഗമാക്കണം. ഏറ്റവും താഴെ ഭാഗം, മധ്യഭാഗം, മേലെ ഭാഗം. ഹൽക്കിന്റെ അക്ഷരങ്ങള് ഹ, പിന്നെ ഹംസ, ഹ, ഹ, ഖ, ഐന്, ഓയിന്, ഹും ഐനും മധ്യഭാഗത്ത് നിന്ന് വരെയുണ്ട്. ഖും ഓയിനും മേലെ ഭാഗത്ത് നിന്ന്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, അലൈഹിം എന്നുള്ളത് കഴുത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് വരെയാണ്. ഐനും ഹും ഹ, ജസ്റ്റ് വെറുതെ ഒന്ന് കൈവച്ചാൽ കുറെ കത്ത് എന്ത് ചെയ്യും, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ എന്നുള്ളത് താഴെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അത് പറഞ്ഞു നോക്കി, ഹ എന്ന് പറഞ്ഞു നോക്കി മേലെ ഭാഗത്ത് നിന്ന് വരിക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടി. وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف ولا تنكحوا ما نكح آباؤكم. മദ് വന്നു അല്ലേ? മദ് അതേ മദ്ദക്ഷരത്തിന് ശേഷം, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അവിടെ ഒരു അലിഫ് വന്നല്ലോ. ആ അലിഫിന് ശേഷം ഊ എന്ന ഹംസ വന്നത് അതേ വാക്കിലാണ്, മദ് മുത്തസിലാണ്. ആബാഉകും മിനൻ നിസാ, അവിടെ മീമിന്റെ ശേഷം മീം വന്നു. നേരത്തെ പറഞ്ഞു മീമിന്റെ ശേഷം മീം വന്നാല് കൂട്ടി യോജിപ്പിക്കണം. ആബാഉകും മിനൻ നിസാ, മിനൻ നിസാ, മിനൻ നിസാ അവിടെ കണ്ടില്ലേ ശബ്ദമുള്ള മീമ്. ആ മീമ് ഞാൻ അവിടെ നിർത്തി പിന്നെ ഓതിയപ്പം അവിടെ തുടക്കായി അല്ലെ, മിനൻ നിസാ. അപ്പൊ പിന്നെ ആ ശബ്ദ വരൂല, അപ്പൊ പിന്നെ ശ്രദ്ധയില്ലാതെ വായിക്കണം. തുടക്കത്തിൽ ഒരു അക്ഷരത്തിനും ശ്രദ്ധ ഉണ്ടാവില്ല. ശ്രദ്ധ ഉണ്ടെങ്കിൽ ആ ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ടാണ് ഓതേണ്ടത്. മിനൻ നിസാ എന്ന് ഓതണ്ട. മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്, അത് തുടക്കത്തിലുള്ള അക്ഷരത്തിന് മാത്രമേ വരുള്ളൂ. ഇല്ല എന്നുള്ളടത്ത് വരണം, കാരണം അത് തുടക്കമല്ല, ഈ എന്നുള്ളതാണ് തുടക്കം. ഇല്ലാ മാ ഖദ് സലഫ് ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീലാ. إنه كان فاحشة ومقتا وساء سبيلا. തൻവീൻ ഫത്ത്ന് നിർത്തേണ്ടത് സബീല. നേരെ മറിച്ച് വസാ അവിടെ നിർത്തേണ്ടത് സുക്കൂൻ കൊടുത്തിട്ടാണ്. തൻവീൻ ഫത്തും നീട്ടാനുള്ള സ്ഥലവും നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഹാത്താവും ഹാത്താവിനെന്ത് ചെയ്യണം, പിന്നെ തൻവീൻ ഫത്ത് ആണെങ്കിലും അല്ലെങ്കിലും ഹാത്താവ് സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. കാര്യം ഫാഹിശതൻ എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ ഫാഹിശ അവിടെ പിന്നെ ഹാത്ത പിന്നെ തൻവീൻ ഫത്ത് നോക്കണ്ട. തൻവീൻ ഫത്ത് ഹാത്ത അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാത്ത ഉണ്ടെങ്കിൽ അല്ല പിന്നെ തൻവീൻ ഫത്ത് ആണെങ്കിൽ ഫാഹിശതൻ എന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങളിലല്ലാത്ത ബാക്കി ഏത് സ്ഥലങ്ങളിലും തൻവീൻ ഫത്ത് ആണെങ്കിൽ എന്ന് പറഞ്ഞ സബീലൻ എന്നല്ല, സബീല ഒരു അരിഫ് നീട്ടുക. അത് ഹംസയും വസാഅൻ എന്നാണെങ്കിൽ അവിടെ നിർത്തേണ്ടത് വസാ. ഒരു ഉദാഹരണം പറയാണ്, വസാഅൻ ഇൻഷാ. സൂറത്തുൽ വാഖിയയിലുള്ള ഇൻഷാ അവിടെ അൻ എന്നാണുള്ളത്, അവിടെ അലിഫ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ സബീല എന്നുള്ളടത്ത് അലിഫുണ്ട്, വമഖ്ത എന്നുള്ളടത്ത് അലിഫുണ്ട്,
എന്നാൽ ഹംസയാകുന്ന സ്ഥലത്ത് അലിഫ് ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ ഓതേണ്ടത് ഒരു അലിഫ് കൊടുത്തിട്ടാണ്, നീട്ടിയിട്ടാണ് ഓതേണ്ടത്. തൻവീൻ ഫത്തും നീട്ടാനുള്ള സ്ഥലവും. നീട്ടാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇല്ല മ, അവിടെ നിർത്തേണ്ടത് മ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. കാരണം അവിടെ നീട്ടാനുണ്ട്, മ എന്നുള്ളത് നീട്ടാണ്. ഇല്ല അവിടെ നിർത്തേണ്ടത് എങ്ങനെയാണ്? ഇല്ല ഒരു അലിഫ് നീട്ടുക. മ അത് സലഫ്, സലഫ എന്നുള്ളത് സലഫ് സുഖം കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. കാന എന്നുള്ളത് നിർത്തുമ്പോ ഇന്നഹു കാൻ, അപ്പൊ ഒന്നുകൂടെ ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. ഇന്ന് മീമിന്റെ നിയമം പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നൂനിന്റെ നമുക്ക് പറയണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. തെൻവീന്റെ സുക്കുള്ള നൂനിന്റെയും തെൻവീന്റെ നിയമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യാം, തുടക്കത്തിലുള്ള ക്ലാസ്സുകൾക്ക് നിർബന്ധമായിട്ടും ഫസ്റ്റുള്ള ക്ലാസ്സുകൾ ഏതായാലും കേൾക്കണം. ഖാത്തിബുൽ ഖുർആൻ ഉദ്ദേശിക്കുന്നവർ തുടക്കം മുതൽ തന്നെ കേൾക്കുക. ക്ലാസ് മുഴുവൻ ലഭിക്കണമെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഒരു മെസ്സേജിലായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുന്നതും, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. സാധാരണ സൗജന്യമായിട്ട് ആർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. വളരെ കുറഞ്ഞ ക്ലാസ്സുകളെ ഉണ്ടാവുള്ളൂ. വാട്സപ്പിലുള്ള ക്ലാസ്സുകൾ വളരെ കുറഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടാവുകയുള്ളൂ. യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം, ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നഷ്ടപ്പെടാതെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ, പ്രായമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, അതൊരു സൗകര്യമാവും എന്ന് നിലക്കാണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു വിഷയത്തിൽ ആരും എന്താകണ്ട, പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഫുള്ളായിട്ടുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏകദേശം 100-200 ആളുകളോളം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ മാത്രം കയറിയാൽ മതി. വെറുതെ കയറി ഇറങ്ങാൻ വേണ്ടി ആരും എന്ത് ചെയ്യണ്ട, ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. 23 حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. സുക്കുള്ള മീം വളരെയധികം കൂടുതൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇദ്ഹാറിന്റെ പദങ്ങളാണ് എന്ന് ശ്രദ്ധിക്കുക. സുക്കൂണുള്ള മീമിന്റെ ശേഷം ഈ ഒറ്റ രായത്ത് മതി സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ കുറെയൊക്കെ പഠിക്കാൻ. സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ, മീമിന്റെ ശേഷം മീം വന്നാല് അത് നമ്മൾ പറഞ്ഞു, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാവും ചെയ്യണം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മീം വളരെ വ്യക്തമായിട്ട് സുക്കൂൺ കൊടുത്തിട്ട് പറയണം. ഇങ്ങനെ ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും ഉള്ളതുപോലെ പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആർക്കും മനസ്സിലാകാത്ത രൂപമൊന്നുമില്ല. അലൈക്കും ചുണ്ട് പൂട്ടണം എന്നർത്ഥം. അലൈക്കും എന്ന് പറഞ്ഞ് ചുണ്ട് പൂട്ടണം. അത്രയും നമ്മൾ ആ ഒരു പണി നമ്മൾ ചെയ്യാം. അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും, അവിടെ ചുണ്ട് പൂട്ടാതെ ഇങ്ങനെ എന്ന് പറഞ്ഞാണ്ട് പോകാൻ പറ്റില്ല. കൂ എന്ന് പറഞ്ഞാണ്ട് പോകാൻ പറ്റുന്നു. കും എന്ന് പറയണം. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم അവിടെ ശബ്ദമുള്ള മീമുണ്ട്, ഒന്ന് മണിക്കുക.
وعماتكم وخالاتكم وبنات الأخ നിർത്തി അഖ് അഖി എന്നുള്ളത് നിർത്തിയപ്പോൾ അഖ് وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأمهاتكم شد الله مണിക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് മണിക്ക وأمهاتكم اللاتي കുട്ടി വായിക്കേണ്ട രൂപം وأمهاتكم اللاتي أرضعنكم അവിടെ മദ്ദുണ്ട് അത് നീട്ടുക അവിടെ നിർത്തുകയാണെങ്കിൽ സാധാരണ നീട്ടിയാൽ മതി ആ മദ്ദ് ഉണ്ടാവില്ല മതി നിർത്തുകയാണെങ്കിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക അവിടെ നിർത്തുന്നില്ല എങ്കിൽ കൂട്ടി വായിക്കേണ്ട രൂപം മനസ്സിലായില്ലേ അതിന്റെ ഇടയിലുള്ള അല്ലാത്തി എന്നുള്ള അവിടെ ഒരു അല്ലേ അലിഫുണ്ട് ഹംസയുണ്ട് അത് ഉച്ചരിക്കൂല കൂട്ടി വയ്ക്കുമ്പോ അത് ഇങ്ങനെ ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതില്ല കൊണ്ടുവരരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉമ്മഹാത്തുക്കും അല്ലാത്തി എന്ന് പറയരുത് നേരെ കുറച്ച് അവിടെ നിർത്തി ഉമ്മഹാത്തുക്കും ഇനി എടുത്ത് ഓതുന്നില്ലെങ്കിൽ ശേഷമുള്ളതാണ് ഓതുന്നതെങ്കിൽ അല്ലാതീ അർളഅനകും അലിഫും ലാമും വരുന്ന സ്ഥലത്തൊക്കെ ആ അലിഫിന് ഹംസക്ക് ആ എന്നാണ് പറയേണ്ടത് അല്ലാത്ത ഒരു സ്ഥലത്തും ആ എന്ന് പറയരുത് അലിഫും ലാം ഉണ്ടെങ്കിൽ ആ എന്ന് പറയേണ്ടതുള്ളൂ ഇല്ലെങ്കിൽ ആ എന്ന് പറയരുത് അല്ലാതീ അർളഅനകും വഅഖവാതുകും മിനർ റളാഅ وأخواتكم من الرضاعة മീമിന്റെ ശേഷം മീം വന്നു കണ്ടില്ലേ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഇദ്ഹാറാണ് ഇപ്പം മീമിന്റെ ശേഷം മീം വന്നു ഇദ്ഗാം ബിഉന്നയാണ് മൂന്ന് നിയമങ്ങളാണുള്ളത് ഒന്ന് ഇദ്ഹാർ ഒന്ന് ഇദ്ഗാം ബിഉന്ന ഒന്ന് ഇഖ്ഫാ സുക്കൂനുള്ള മീമിന്റെ മൂന്ന് നിയമങ്ങളാണ് മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഉന്ന ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക കൂടെ മണിക്കുക മണിക്ക എന്ന് പറയുമ്പോ പറയാം അതാണ് മണിക്കല് وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا അപ്പൊ ഈ ആയത്തിൽ മൂന്ന് നിയമങ്ങളുണ്ട് മീമിന്റെ മൂന്ന് നിയമങ്ങളുണ്ട് മൂന്ന് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി ഏത് അക്ഷരം ഇദ്ഹാറിൽ ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം അത്രയേ ഉള്ളൂ ഇപ്പൊ ഫീ ഹുജൂരിക്കും കണ്ടില്ലേ ഫീ ഹുജൂരിക്കും മിൻ നിസാഇക്കും എന്നുള്ള നിർത്തിയപ്പം നിസാഇക്കും ഇവിടെ ഹുജൂരിക്കും മീമിന്റെ മീം വന്നു ഇദ്ഗാം ബിഗുന്ന ഇഖ്ഫാ اللاتي دخلتم بهن فإن لم تكونوا دخلتم ബി എന്ന് പറയരുത് അപ്പൊ വെളിവായി ദഖൽതും ബി വെളിവാക്കാണ്ട അക്ഷരമല്ല ശേഷമുള്ള അക്ഷരം ബ വന്ന പിന്നെ മീം എന്ത് ചെയ്യണം മറച്ച് മണിക്കണം ഒഴിവാക്കാൻ പറ്റൂല എന്ന് വ്യക്തമാക്കാനും പറ്റൂല ദഖൽതും ബി ഇപ്പൊ മീം വ്യക്തമായി വ്യക്തമാക്കാതെ മറച്ച് മണിക്കുക ദഖൽതും ബി ഈ രൂപത്തിലാണ് ഓതേണ്ടത് ദഖൽതും ബി മീം ഒഴിവായിട്ടില്ല വ്യക്തമാക്കുകയും ചെയ്തില്ല ഈ രൂപത്തിൽ അപ്പോ ഇഖ്ഫാ ഇതാണ് പിന്നെ ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും മീമും ബാഉമല്ലാത്ത ശേഷമുള്ളതാണ് പറഞ്ഞത് ശേഷമുള്ളത് ബാക്കി ഏത് വന്നാലും
ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഫഇല്ലം തകൂനു, ഫഇല്ലം ചുണ്ട് പൂട്ടുക. ഫഇല്ലം തകൂനു فإن تكونوا دخلتم بهن فلا جناح. ഇനി നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം എന്ന് പറഞ്ഞു. നിർത്തുന്നതിന് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അല്പം നീട്ടണം. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ് ആരിദ്. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. നിർത്തുകയാണെങ്കിലേ ആ മദ് ഉണ്ടാവുള്ളൂ. ജുനാഹ് നിർത്തിയപ്പോ ഹാഇന് സുക്കൂൻ തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ടായപ്പം മദ് ആരിദ് വന്നു. ഫലാ ജുനാഹ്. നിർത്തുന്നില്ല എങ്കിൽ സാധാ മദ്ദേ ഉണ്ടാവുള്ളൂ. ഫലാ ജുനാഹ അലൈക്കും. കണ്ടില്ലേ? فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وحلائل أبنائكم الذين من أصلابكم. ഇതൊക്കെ അതാണ് മദ് മുത്തസിലാണ്. ആ മദ് നീട്ടാനുള്ള സ്ഥലം ഒന്ന്, ആ മദ്ദിന്റെ ചിഹ്നം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മദ്ദാണ് മദ് ആരിദ്. ഞാൻ പറഞ്ഞല്ലോ, നിർത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ആ മദ് ആരിദാണ്. അത് നമ്മൾ ചിഹ്നം കാണൂല, നിർത്തുമ്പോഴേ വരുള്ളൂ. അപ്പൊ അത് എവിടെ നിർത്തിയാലും, ആയത്തിന്റെ അവസാനമായാലും ഇടയിലായാലും, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുമ്പോൾ ആ നിർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. പുതിയ ഉണ്ടാകുന്ന മദ്ദാണ്. അതുപോലെ തന്നെ മദ് ലീന്. ഈ രണ്ട് മദ് ലീന് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടില്ല, മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതെത്തുമ്പോൾ നമുക്ക് പറയാം. الذين من أصلابكم وأن تجمعوا بين الأختين. അതാ മദ് ലീനും വന്നു. നിർത്തിയപ്പോ അവിടെ നിർത്തിയപ്പോ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമല്ല, യാ ആണ്. യാഇന് സുക്കൂനാണ്. യാഇന് സുക്കൂന് അല്ലെ? അവിടെ അസിലിയായ ഒറിജിനല് അവിടെ എന്തിന്റെ സുക്കൂനിന്റെ ചിഹ്നം അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുമ്പ് ഫത്ഹുമാണെങ്കിൽ തായിന് ഫത്ത് ആണ്. നിർത്തിയപ്പോ നൂന് സുക്കൂന്, തൊട്ട് മുമ്പ് യാഇന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ത്. ഇങ്ങനെയുള്ള പദങ്ങളിൽ യാഓ വാവോ വരികയാണെങ്കിൽ, മുമ്പുള്ള അക്ഷരം യാഓ വാവോ ആണെങ്കിൽ ആ വാവിനും യാവിനും സുക്കൂൻ ഉണ്ടാവുകയും സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ മദ് ലീന് വരുന്നതാണ്. മദ് ലീന് എന്ന് പറഞ്ഞാൽ യാഓ വാവോ വരിക. ആ യാനും വാവിനും സുക്കൂന് തൊട്ട് മുമ്പ് ഫത്ഹും ആവുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ മദ് ലീന് വരും. മദ് ലീൻ എന്ന് പറഞ്ഞു ഒന്ന് അല്പം നീട്ടുക. അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെയും വരും. കാരണം നൂന് സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന്, അതിന്റെ മുമ്പ് ബ ആണ്. ബഇന് ഫത്ഹാണ്. ഏതക്ഷരമായാലും വേണ്ടില്ല, ഇവിടെ മുമ്പുള്ള യാഓ വാവോ ആവുക, അതിന്റെ മുമ്പുള്ള ഏതക്ഷരമായാലും വേണ്ടില്ല ഫത്ഹ ആവുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മദ് ലീനും വരും. അപ്പൊ ഈ ലീനും മദ് ആരിദും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള മദ്ദുകളൊക്കെ ഒന്നല്പം ദീർഘമായിട്ട് നീട്ടുക. ബൈനൽ ഉഖ്തൈൻ അവിടെ നിർത്തുന്നില്ലെങ്കിൽ ബൈന എന്നുള്ളത് നിർത്തുമ്പോഴേ വരുള്ളൂ. നിർത്തുന്നില്ലെങ്കിൽ ബൈനൽ ഉഖ്തൈനി ഇല്ലാ മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. ഇന്ന് പ്രത്യേകമായിട്ട് മീമിന്റെ നിയമങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മീമിന്റെ നിയമങ്ങൾ, നൂനിന്റെ നിയമങ്ങൾ, നൂനിന്റെയും തൻവീന്റെയും ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ പറയാം. എല്ലാ ക്ലാസ്സുകളും ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ മിക്ക ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒന്ന് കുറച്ച് സ്പീഡായിട്ട് ഒന്ന് സ്പീഡ് കൂട്ടുകയാണ്. സ്പീഡ് കൂട്ടാൻ ഓത്ത് കുറച്ച് സ്പീഡ് കുറക്കുകയും ആയത്തുകൾ എണ്ണം കൂട്ടുകയും ചെയ്യാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കിങ്ങനെ പോയാൽ ഖത്മ് വേഗം തീർക്കണമെങ്കിലേ വേഗം പോകണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടി നോക്കി. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم
وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. 24 والمحصنات من النساء إلا ما ملكت أيمانكم والمحصنات من النساء إلا ما ملكت أيمانكم അവിടെ നിർത്തി. മീമിന് സുക്കൂനാണ് അല്ലേ? നിർത്തിയാലില്ലെങ്കിലും അവിടെ മീമിന് ഇദാർ ചെയ്യണം, വ്യക്തമാക്കണം. കാരണം ശേഷമുള്ള കി എന്ന കാഫാണ്. والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا നിർത്തുമ്പോൾ അങ്ങനെ നിർത്തേണ്ടത്, നീട്ടാനുണ്ട്. لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين അടക്കം മീമിന്റെ ശേഷം മീമാണ് കൂട്ടി യോജിപ്പിക്കണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാവും ഫാവും ഒക്കെ ആവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവും ഫാവും ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇദ്ഹാർ ചെയ്തുകൊണ്ട് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതണം. ബിഅംവാലികും മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ. നിർത്തിയപ്പോൾ നൂന്റെ സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ട്. അവിടെ മദ് ആരിൽ വരുന്നതാണ്, നീട്ടാനുള്ള ആണ്. സുക്കൂൻ ഉണ്ടെങ്കിൽ മദ് ലീനാണ് വരിക. ഫമസ്തംതഅതും ബിഹി അവിടെ മീമിന്റെ ബാ വന്നു, ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. ബിഹി നിർത്തിയപ്പോൾ ബിഹി എന്നുള്ള ബിഹി. ഫമസ് വായിക്കേണ്ട രൂപം ഫമാസ് എന്നാണുള്ളത്. അവിടെ എന്താണ് ഉള്ളത്? ഫമാസ് എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു. അപ്പൊ പിന്നെ അവിടെ ഫമാ എന്ന് പറയില്ല, ഫമസ്. ആ അലിഫ് ഒഴിവാക്കും. ഫമാസ് എന്നാകുമ്പോ എന്താ കുഴപ്പം? എന്താണ്? അലിഫാണുള്ള, അലിഫിനൊന്നുമില്ല, സുക്കൂനാണ്. അലിഫിനൊന്നുമില്ല, പിന്നെന്താ സുക്കൂനാണ്. സീനും സുക്കൂൻ. അപ്പൊ രണ്ട് സുക്കൂന് ഒരുമിച്ച് വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. فمستمتعتم به منهن فآتوهن أجورهن ഫരീളതൻ എന്നാണുള്ളത്. തൻവീൻ ഫത്ത് താഇനെ മാറ്റി ഹ ആയിക്കണം. ഫരീള. ولا جناح عليكم فيما تراضيتم به من بعد الفريضة. من بعد അവിടെ നൂന്റെ നിയമമാണ് അല്ലേ? നൂന്റെ ശേഷം ബ ആണ് വന്നിട്ടുണ്ട്. എന്താ നിയമം? എന്താണ്?
നൂനിന്റെ ശേഷം ബാ വന്നാൽ നൂനിനെ മാറ്റി മീമായി കൊടുക്കും. അതിന്റെ ചിഹ്നമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മിൻ ബഅദ് എന്നല്ല, മിൻ ബഅദിൽ ഫരീള. ഇവിടെയും മീമിന്റെ നിയമമാണുള്ളത്. ഇവിടെയും നൂനാണെങ്കിലും മീമിന്റെ നിയമമാണ് കൊണ്ടുവരേണ്ടത്. കാരണം എന്താ, നൂനിനെ മാറ്റി മീമാക്കി. മിം ഇപ്പൊ മീമാണുള്ളത്, മീമിന്റെ ശേഷം ബാ വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മീമിന്റെ നിയമങ്ങളിൽ മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം, മീമിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. ഇവിടെ ഇഖ്ഫാ ചെയ്യണം, ഓതുമ്പോ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ ചെയ്യേണ്ട നിയമം എന്താണ്? നൂനിനെ മാറ്റി മീമാക്കുക എന്ന നിയമം. അത് ഇഖ്തിലാബ് എന്നുള്ള നിയമമാണ്. നൂനിനെ മാറ്റി മീമായിക്കാം, അത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ ചിഹ്നം ഉണ്ടാവും. മിൻ ബഅദിൽ ഫരീള ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. ഒന്നുകൂടെ. والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما ومن لم يستطع منكم قولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات. നിർത്തി. തായിര് സുക്കൂനെ തൊട്ട് മുമ്പ് അവിടെ ഒരു അലിഫുണ്ട് അല്ലേ? അപ്പം മദ് ആരിൽ തോന്നും. അതിന് മുമ്പ് ഫമിമ്മ ആകെ ശ്രദ്ധിക്കുക, നൂന്റെ നിയമമാണ്. മലക്കത്ത് ഐമാനുക്കും മീമിന്റെ മീമൊന്ന് ഇത് മിൻ ഫ അവിടെ ഇഖ്ഫാ ആണ്. അവിടെ എന്താണ്? നൂനിന്റെ നിയമമാണ്. വല്ലാഹു അഅലമു ബിഈമാനിക്കും ബഅദുക്കും മിൻ ബഅദ്. ബിഈമാനിക്കും നിർത്താണെങ്കിൽ അവിടെ നിർത്തുക. പിന്നെ ബഅദുക്കും മിൻ ബഅദ് നിർത്തുമ്പോൾ പിന്നെ അവിടെ ബിഈമാനിക്കും അവിടെ വ്യക്തമാക്കണം. നിർത്തുന്നില്ല എങ്കിലാണ് ഇഖ്ഫാ വരിക. മീമിന്റെ ശേഷം ബാ ആണല്ലോ വന്നിട്ടുള്ളത്. മീമിന്റെ ശേഷം ബാ വരുമ്പോൾ മറച്ച് മണിക്കണം. മീമ് വ്യക്തമാക്കേണ്ട സ്ഥലത്ത് മീമിന്റെ ചിഹ്നം അവിടെ പ്രത്യേകം സുക്കൂൻ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. മീമ് വ്യക്തമാക്കേണ്ട സ്ഥലങ്ങളിൽ മീമിന്റെ ചിഹ്നം അവിടെ പ്രത്യേകമായിട്ട്, സുക്കൂനിന്റെ ചിഹ്നം അവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവിടെ വ്യക്തമാക്കുക. മീമും ബാവും മീമിന്റെ ശേഷം ബാവും മീമിന്റെ ശേഷം മീമും ആണെങ്കിൽ, മീമിന്റെ ശേഷം മീമാണെങ്കിൽ അവിടെ മീമിന് കട്ടി കൊടുക്കേണ്ട ചിഹ്നം ഉണ്ടാവും. അല്ലാത്തോടത്ത് മറച്ചു മണിക്കണം എന്നാണ് അർത്ഥം. ഇവിടെ ബിഈമാനിക്കും അവിടെ മീമിന് ചിഹ്നമില്ല. അപ്പൊ ആയി മറച്ചു മണിക്കുക. ബിഈമാനിക്കും ബഅദുക്കും മിൻ ബഅദ്. അവിടെ നിർത്തുകയാണെങ്കിൽ ബിഈമാനിക്കും, അപ്പൊ പിന്നെ മീമ് വ്യക്തമാക്കണം. ബഅദുക്കും മിൻ ബഅദ് നിർത്തുക എന്ന് പറഞ്ഞ് ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അല്ലെ, ഓതിക്കൊണ്ടിരിക്കും ശ്വാസം മുറിയല്ലോ, അതിനാണ് വഖഫ് എന്ന് പറയാം. ബഅദുക്കും മിൻ ബഅദ് ഫൻകിഹു. ഫൻകിഹു ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഫൻകിഹു ആ ഒരു അലിഫ് ഉണ്ടല്ലോ, ആ അലിഫ് എന്ത് ചെയ്യണം? ഒന്നെന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഫൻകിഹു അവിടെ ഇപ്പം എന്താ ചെയ്തതെന്നുള്ളത് ആ നൂനിന്റെ നിയമങ്ങളും ഒന്ന് പറഞ്ഞോളി. ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന വആതൂഹുൻ. കമന്റ് അറിയിക്കണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും
എന്നും ഓർമ്മയിലുണ്ടാകാനും നമുക്ക് എഴുതുമ്പോൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഗതി എഴുതുമ്പോൾ അത് പ്രത്യേകം മനസ്സിലൊക്കെ നിൽക്കാൻ നമുക്ക് ഉപകരിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് എന്നൊന്നും നിലനിൽക്കാൻ എഴുത്ത് വളരെ ഉപകാരപ്പെടും. ഏതായാലും ഇങ്ങനെ കേൾക്കുകയാണല്ലോ, അപ്പൊ എന്റെ കൂടെ എന്ത് ചെയ്യുക, കേൾക്കുക, കമന്റ് വിടാൻ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യുക. فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ഐറാന്നല്ല, ഗൈറാന്നുമല്ല. മലയാളത്തില് അഥവാ ഏതാണെങ്കിൽ ഗൈറ എന്നുണ്ട്. ഗൈറ നമ്മൾ ചിലപ്പോ അതേപോലെ ഗൈറാന്ന് തോന്നും, ഓത്ത് ശരിയാവൂല. പല ആളുകളും മലയാളം എഴുതി പഠിക്കുന്നുണ്ട്. അത് എഴുതി പഠിക്കണേക്കാൾ നല്ലത് അറബി തന്നെ ഉച്ചരിച്ച് പഠിക്കലാണ് ഏറ്റവും ഉത്തമം. അത് നമ്മൾ മനസ്സിലാക്കുക. മലയാളം എഴുതിയത് കൊണ്ട് അറബി പഠിക്കുവാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ചില അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ റെഡിയാവും, അതിലും മിക്ക അക്ഷരങ്ങളും ശരിയാവാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ അത് അറബി ആവൂല. അറബി അല്ലെങ്കിൽ പിന്നെ ഖുർആൻ ആവൂല. ഖുർആൻ പ്രത്യേകം അറബി പോലെയല്ല, അത് അതിൻ്റെതായ ഖുർആനിൻ്റെതായ നിയമങ്ങളുണ്ട്. അത് ഓതുമ്പോ അതൊക്കെ ക്ലിയർ ആക്കി തന്നെ ഓതാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. غير مسافحات ولا متخذات أخدان നിർത്തിയപ്പോ നൂന് സുക്കൂന് തൻവീൻ കസറാണ്. തൻവീൻ ഫത്ത് ആകുമ്പോഴേ നോക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂൻ കൊടുക്കണം. فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മളെ ക്ലാസ്സുകൾ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധയിൽപ്പെടാതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കഴിവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട്. ഞല്ലറ ചില്ലറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയമില്ലാത്ത, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവുന്ന സമയത്ത് നിങ്ങൾ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കോള് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും വിഷമിക്കരുത്. രണ്ടാമതൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ കോൾ ചെയ്യാൻ മെസ്സേജ് അയക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. പിന്നെ അറിയാത്തവരൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളോടൊന്ന് ചോദിക്കുക. വേറെ പണിയൊന്നുമില്ല. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെ ക്ലാസ് വരുന്നത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിയും. നമ്മുടെ ക്ലാസ് നഷ്ടപ്പെടാതെ കേൾക്കുകയും ഓതുകയും പിന്നെ ധാരാളമായിട്ട് ഖത്മുകളൊക്കെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് ആളുകൾ ഖത്മുകൾ തീർക്കുന്നവരുണ്ട്, തീർക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങളെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാവർക്കും ആഫിയത്തും, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും മാതാപിതാക്കൾ, ഉസ്താദുമാര്, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകമായിട്ട് ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ നോക്കി. ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض
فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم خير لكم والله غفور رحيم 26 യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും. റാഇന് കസർ വന്നാൽ എപ്പോഴും തർക്കീക്ക് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് കനം കുറച്ചുകൊണ്ട് പറയണം. യുറി എന്ന് പറയുന്നത് യുരി റ രി റു എന്നാണ് പറയണത്. ബ ബി ബു എന്ന് പറയുന്നത് പോലെ റ റി റു എന്ന് പറയരുത്. റ രി റു. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും ويتوب عليكم والله عليم حكيم. عليكم വ്യക്തമാക്കണം. عليكم والله عليم حكيم. വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണം. അത് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവുന്നുണ്ടോ എന്നും ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓതി നോക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുക. വാട്സപ്പിൽ തന്നെ ഒന്ന് ചെയ്യാമേ, ഒന്ന് റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് നമ്മളെ മീം വ്യക്തമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അത് വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ ചുണ്ട് പൂട്ടിയതിന് ശേഷം പറയാൻ വേണ്ടി ശ്രമിക്കുക. അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. 27 والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما. أن تميلوا ميلا عظيما. والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫാ. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫാ. 29 يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل. لا تأكلوا أموالكم بينكم بالباطل إلا أن تكون
أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. ഏതെങ്കിലും ഭാഗങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. യൂട്യൂബിൽ തന്നെ ചോദിക്കാം. യൂട്യൂബിൽ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ തന്നെ നൽകാൻ ഇപ്പോൾ അതിനുള്ള ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് വോയിസ് അയക്കാൻ ചിലപ്പം കഴിഞ്ഞോളുന്നില്ല, തിരിച്ചങ്ങോട്ട് വോയിസ് അയക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ പിന്നെ തമിഴിലോ കന്നഡയിലോ മറ്റു ഏതെങ്കിലും ഭാഷയിലേക്കാണ്, ഉറുദുവിലായാലും കുഴപ്പമൊന്നുമില്ല. അതിലൊക്കെ സംവിധാനം ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന ആളുകളൊക്കെ പല ആളുകളും മലയാളം അറിയുന്ന ആളുകളുണ്ട്, പക്ഷെ മലയാളം എഴുതാൻ കഴിയാത്ത ആളുകള്. അപ്പോൾ ഉറുദു തമിഴ്നാട്ടിലുള്ള ആളുകൾ, അതുപോലെ തന്നെ കർണാടകയിലുള്ളവര്, ലക്ഷദ്വീപിലുള്ളവര്, ആൻഡമാനിലുള്ളവര്, മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ നിങ്ങളതായ ഭാഷയിൽ എഴുതിയാൽ മതി. തമിഴിലാണെങ്കിൽ തമിഴിൽ, കന്നഡയിലാണെങ്കിൽ കന്നഡ, ഉറുദുവിലാണെങ്കിൽ ഉറുദു. ഈ പ്രധാനപ്പെട്ട ഈ മറ്റു ഭാഷകളാണല്ലോ. ഞാനല്ല ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ എഴുതാം. നിങ്ങളെ അറിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ നമ്മളിപ്പോൾ ഓതിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ അപ്പോൾ നമ്മളെ പിന്നെ കഴിവിൻ്റെ പരമാവധി പിന്നെ ഞാൻ നോക്കിയിട്ട് അതിനുള്ള ദൈവം റീപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 29 يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. നമ്മൾ ഓതിയില്ലേ, ചാലോന്നോടി. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. 30 ആയത്ത്. ومن يفعل إدغام بغنيان ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا. നാറൻ എന്നാണുള്ളത്, നിർത്തുമ്പോൾ നാറാ. وكان ذلك على الله يسيرا. ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم. 30 ഒന്നുകൂടി നോക്കി. ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹാകുമ്പോൾ യസീറ എന്നാണ് ഓതേണ്ടത്. അവിടെ തൻവീൻ ഫത്ഹ അല്ലാത്ത ബാക്കി ഏതുമാണെങ്കിൽ യസീർ എന്ന് പറഞ്ഞിട്ടാണ് ഓതേണ്ടത്. അത് പറഞ്ഞത് മാത്രം. തൻവീൻ ഫത്ഹ ആയതുകൊണ്ടാണ് അങ്ങനെ നിർത്തേണ്ടത്. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. إن تجتنبوا كبائر ما تنهون عنه نكفر
റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർഖീഖ് ചെയ്യണം. നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. കരീമ എന്നല്ല, കരീമ. നുകഫിർ, അതൊന്ന് ശ്രദ്ധിക്കുക. റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർഖീഖ് ചെയ്യണം. ചില പദങ്ങൾ വ്യത്യാസമുണ്ട്, അതൊന്ന് നമുക്ക് പറയാം. നുകഫിർ അൻകും സയ്യിആതികും. ഒന്നുകൂടെ. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. ولا تتمنوا ما فضل الله به بعضكم على بعض. ولا تتمنوا ما فضل الله به بعضكم. فضل الله به بعضكم على بعض. للرجال نصيب مما اكتسبوا نصيب مما اكتسبوا വസലിന്റെ ഹംസ ഒഴിവാകുന്നതാണ്. وللنساء نصيب مما اكتسبن. അവിടെ നിർത്തുമ്പോൾ സബിൻ സബിൻ മിമ്മക്തസബിൻ. വലിന്നിസാഇ നസീബും മിമ്മക്തസബിൻ. വസ്അലുല്ലാഹ മിൻ ഫളിഹി إن الله كان بكل شيء عليما. من فضله. നിർത്തിയപ്പോൾ ഫളിഹി നിർത്തുന്നില്ല എങ്കിൽ അവിടെ ഒരു മദ് വരും അല്ലേ? നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഈ വന്നു ഇന്ന. അവിടെ എന്ത് ചെയ്തു? മദ് മുൻഫസിലാണ്. മിൻ ഫളിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമാ. ഒന്നുകൂടെ. ولا تتمنوا ما فضل الله به بعضكم على بعض. للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن. واسألوا الله من فضله إن الله كان بكل شيء عليما. ولكل جعلنا موالي مما ترك الوالدان والأقربون. നിർത്തിയപ്പോൾ നൂന് സുക്കൂന് മുമ്പ് നീട്ടാനുണ്ട്. മറ്റേ ആരുന്നു والذين عقدت أيمانكم فآتوهم نصيبهم إن الله كان على كل شيء شهيدا. ولكل جعلنا موالي مما ترك الوالدان والأقربون والذين عقدت أيمانكم فآتوهم نصيبهم إن الله كان على كل شيء شهيدا. الرجال قوامون على النساء. الرجال അലിഫും ലാമുമാണ് തുടക്കത്തില്. ഇവിടെ കണ്ടില്ലേ? الرجال ഇവിടെ അലിഫും ലാമുമാണ് ഉള്ളത്.
ഇവിടെ എങ്ങനെ ആന്ന് വായിച്ചു? നേരത്തെ പറഞ്ഞു ആന്ന് വായിക്കാനുള്ള കാരണം എന്താണ്? അലിഫും ലാമുമാണ് വന്നതെങ്കിൽ അവിടെ പിന്നൊന്നും നോക്കേണ്ട. തുടക്കത്തിലാണെങ്കിൽ നമ്മൾ വഖഫ് ചെയ്തതിനു ശേഷം പിന്നെ തുടങ്ങുകയാണെങ്കിൽ അവിടെ പിന്നെ ആ എന്നാണ് വായിക്കേണ്ടത്. അർരിജാലു ഖവ്വാമൂന. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. الرجال قوامون على النساء بما فضل الله على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. 35ാമത്തെ ലാസ്റ്റ് ആയത്ത് ഇൻഷാഅല്ലാഹ്. ഇന്നത്തെ ലാസ്റ്റ് ആയത്ത് وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا. وإن خفتم وإن വ്യക്തമാക്കണം. ഇദാറിന്റെ അക്ഷരമാണ് وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി മനോഹരമായിട്ട് പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഓതിയതിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ ഓതിയ പവിത്രമായ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും ഓതിയതും നീ സ്വലിഹായ അമലായി നീ ഖബൂലാക്കണം അല്ലാഹ്. നീ ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ ഞങ്ങളുടെ കിതാബുകളിൽ നീ രേഖപ്പെടുത്തി വെക്കണം റഹ്മാനെ. അത് കാണുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ കൺകുളിർമ കാണാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ.
റഹ്മാനായ റബ്ബേ, ഇത് കാരണമായിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ കരസ്ഥമാക്കണ റഹ്മാൻ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരിമാര്, ഉപ്പമാര്, ഉമ്മമാര്, റഹ്മാനായ റബ്ബേ, എല്ലാവരും നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ. വിദ്യാർത്ഥികളുണ്ട് റഹ്മാനെ റബ്ബേ, സഹോദരി സഹോദരന്മാരുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട് റഹ്മാനെ റബ്ബേ, പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബേ. നിന്റെ പരിശുദ്ധ കലാമിനോടുള്ള മഹബ്ബത്ത് കാരണമായിട്ടാണ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നല്ല ബുദ്ധിശക്തി നൽകണ റഹ്മാനെ, നല്ല ഓർമ്മ ശക്തി നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ധാരാളം ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. പരിശുദ്ധ റജബ് മാസത്തിലാണ് റഹ്മാനെ റബ്ബേ, ഈ റജബിലും ശഅബാൻ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ നീ സ്വീകരിക്കണ റഹ്മാനെ, സ്വീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. ആ പരിശുദ്ധ റമദാനിലേക്ക് എത്തിച്ച് ധാരാളം സുഹൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, സന്മനസ്സും, അതിനുള്ള എല്ലാ വഴികളും നീ തുറന്നു നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുന്യവിയായ ജീവിതത്തിൽ എല്ലാ നിലക്കും നീ ഖൈർ പ്രദാനം ചെയ്യണ റഹ്മാനെ. എല്ലാ നിലക്കും നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ ഖിറാഅത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അതെല്ലാം നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗങ്ങൾ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളാക്കിയവരെ റഹ്മാനെ റബ്ബേ, അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യണം അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, അവരുടെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇതിനൊക്കെ മിസ്ല സവാബിന് അവർക്ക് നീ എത്തിച്ച്, അവരുടെ ഖബറിലേക്ക് നീ വെളിച്ചമായി എത്തിച്ച്, അവർക്ക് നീ സന്തോഷത്തോടുകൂടെയുള്ള ഈനാസ് നൽകണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذنا منكم ميثاقا غليظا ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما.
والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما يريد الله أن يخفف عنكم وخلق الإنسان ضعيفا يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما
ولكل جعلنا موالي مما ترك الوالدان والأقربون والذين عقدت أيمانكم فآتوهم نصيبهم إن الله كان على كل شيء شهيدا الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا صدق الله العلي العظيم تقبل الله منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن ماتوا منا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين